കുറെ പേർക്ക് നാട്ടിൽ തന്നെ നിൽക്കണം എന്നുണ്ടാവും. ചില ആൾക്കാരാണെങ്കിൽ എബ്രോഡ് പോകണോ നാട്ടിൽ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആകും. ലാസ്റ്റ് അല്ലെങ്കിൽ 7th 8th സെമ്മിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറെ നോളജ് ഉണ്ടാവും അല്ലെ. ഒരു വർഷം ഒരു 10-12 ലക്ഷത്തോളം രൂപ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും കേട്ടോ. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജസ് അക്കാഡമി. നമ്മൾ നഴ്സിംഗ്, എസ്പെഷ്യലി BSc നഴ്സിംഗ് ഒക്കെ ഫൈനൽ ഇയർ പഠിക്കുന്ന പല കുട്ടികളുണ്ടാവും. സോ അവർക്കൊക്കെ സാധാരണ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഒരു ചിന്താകുഴപ്പമാണ് അല്ലേ, ഈ പറഞ്ഞ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം അല്ലെ. അതായത് മേ ബി എനിവേ പലർക്കല്ല മിക്കവാറും എല്ലാവർക്കും ഒരു 90% ആൾക്കാർക്കും സ്റ്റുഡൻസിനും എവിടെയെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമായിരിക്കും ഉണ്ടാവുക. അതിൽ പലർക്കും എബ്രോഡ് പോയാൽ കൊള്ളാമെന്നുണ്ടാവും, കുറെ പേർക്ക് നാട്ടിൽ തന്നെ നിൽക്കണം എന്നുണ്ടാവും. ചില ആൾക്കാരാണെങ്കിൽ എബ്രോഡ് പോകണോ നാട്ടിൽ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആകും. വളരെ കുറച്ച് പേര് മാത്രം ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാകും. സോ നിങ്ങൾ ഇങ്ങനെയുള്ള എന്ത് ചിന്ത ആയിക്കോട്ടെ, സോ ഞാനൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മൾ കാണുന്ന പോലെ ഏകദേശം 1 ലക്ഷം രൂപ ശമ്പളം കേട്ടോ. അതായത് BSc നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ തന്നെ 1 ലക്ഷം രൂപ ശമ്പളത്തിൽ ഇന്ത്യയിൽ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുള്ള ഒരു സുവർണാവസരം, അതിനെക്കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യട്ടോ. അതായത് എസ്പെഷ്യലി ഇപ്പോൾ BSc നഴ്സിംഗ് ഫൈനൽ ഇയറിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ BSc നഴ്സിംഗ് ഫൈനൽ സെം അല്ലെങ്കിൽ ഫൈനൽ 7th സെം 8th സെമ്മിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ പഠനത്തോടൊപ്പം തന്നെ എക്സാം പ്രിപ്പറേഷൻ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ മാസം തോറും കയ്യിലേക്ക് മേടിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നോർത്ത് എക്സാമിനേഷൻ എന്ന് പറയുന്നത് യൂഷ്വലി ഈ എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള നഴ്സിംഗ് ഓഫീസറിന്റെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് ആണ് ഈ പറയുന്ന നോർത്ത് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഈ എക്സാമിനേഷൻ നടക്കുക, അതായത് ഏപ്രിൽ മാസത്തിലും പിന്നെ സെപ്റ്റംബർ മാസത്തിലും. അപ്പോൾ ഇപ്പോൾ നോർത്ത് 10 ഈ വരുന്ന ഏപ്രിൽ 11 നടക്കുകയാണ്, നോർത്ത് 11 സെപ്റ്റംബർ മാസത്തിൽ നടക്കുകയാണ്. സോ നോർത്ത് 12 എന്ന് പറയുന്നത് അടുത്ത മാസം 2027 ഏപ്രിലായിരിക്കും എക്സാമിനേഷൻ വരിക കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ ഏകദേശം 1 വർഷക്കാലം അല്ലെങ്കിൽ 1 വർഷത്തോളം നമുക്ക് കാലയളവ് നമ്മുടെ കയ്യിലുണ്ട്. സോ ദാറ്റ് നമ്മൾ ഒരുപാട് റഷ് ചെയ്ത് പഠിച്ചു തീർക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് റഷ് ചെയ്ത് ഒരുപാട് സ്ട്രെസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുകയാണ്, ലാസ്റ്റ് അല്ലെങ്കിൽ 7th 8th സെമ്മിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറെ നോളജ് ഉണ്ടാവും അല്ലെ. സോ ആ നോളജിനോടൊപ്പം ഈ ഒരു എക്സാം പാറ്റേൺ കൂടെ നമ്മൾ അഡ്ഹർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്ക് മേടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ നാടിന് അടുത്തുള്ള തന്നെ എയിംസിലൊക്കെ നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഈ പോസ്റ്റിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പൊ 60 വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാം. നോക്കിക്കേ, ജോയിൻ ചെയ്യുന്നത് 1 ലക്ഷം രൂപ സാലറിയിലാണ്. നമ്മൾക്ക് വർഷത്തിൽ 3 പ്രാവശ്യം നമ്മുടെ സാലറി ഇൻക്രീസ് ആകും കേട്ടോ. അപ്പൊ ഏകദേശം നമ്മൾ ജോയിൻ ചെയ്ത ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു 1.30 1.40 ഒക്കെ നമ്മുടെ സാലറി ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കഴിയും. അതല്ല, ഇനി നിങ്ങൾക്ക് വിദേശത്ത് പോകണം എന്നാണ് താല്പര്യമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ എക്സാമിനേഷൻ എഴുതാനും ജോലി ലഭിക്കാനും എക്സ്പീരിയൻസിന്റെ യാതൊരു ആവശ്യവുമില്ല. പുറത്തേക്കൊക്കെ പോകാനാണെങ്കിൽ യൂഷ്വലി ഇന്റർവ്യൂല് എക്സ്പീരിയൻസ്, ഏത് ഏരിയയിലാണ് നമ്മുടെ എക്സ്പെർട്ടൈസ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ ദാറ്റ് എയിംസ് പോലെയുള്ള ഒരു സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതിയാവും നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് അവിടെ ഇന്റർവ്യൂ പാസ്സാകാനായിട്ട് കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ പറയുന്ന നോർത്ത് 10 എസ്പെഷ്യലി ഈ 7th 8th സെമ്മിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തുകൊണ്ടാണ് വളരെയധികം പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ടൈം. അതായത് ആഫ്റ്റർ BSc ഒരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇപ്പോഴാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട നിങ്ങളുടെ ഒരു പീക്ക് ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയും കേട്ടോ. അതായത് സാധാരണ എക്സാമിനൊക്കെ പലപ്പോഴും ഒക്കെ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. നോർത്ത് എക്സാമിനേഷന് ഒരു എക്സ്പീരിയൻസിന്റെയും ആവശ്യമില്ല ആർക്കാണ്? BSc നഴ്സിംഗ് പാസ്സായവർക്ക്. അതേസമയം ജനറൽ നഴ്സിംഗ് പാസ്സായവർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ നോക്കി നമ്മൾ ഈ പലരൊക്കെ കൺഫ്യൂഷനിലായിരിക്കും, എന്ത് ചെയ്യണം, എവിടെ പോകണം അല്ലെ. യൂഷ്വലി നമുക്കറിയാം, ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം സാലറി കുറവായിരിക്കും, വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഈ പറയുന്ന എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷം ഒരു 10-12 ലക്ഷത്തോളം രൂപ നമുക്ക് സാലറി ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിച്ചിട്ട് ഈ പറയുന്ന എയിംസിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഏതൊരു എക്സാമിനാണെങ്കിലും പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ
ചെയ്യുന്നതിന്റെ ഗുണം എന്തൊക്കെയാണ് ഒന്ന് നോക്കിയാൽ ലെസ് പ്രഷറിൽ നമുക്ക് വളരെ കുറച്ച് പ്രഷറിൽ ഓൾറെഡി നമുക്ക് തിയറി ഒക്കെ അത്യാവശ്യം പഠിക്കാനുണ്ടാവും. സോ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പഠനം, അതായത് ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ വളരെ കുറച്ച് സമയം മാത്രം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമ്മൾ മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. അതായത് നോക്കിയാൽ ഈ എയിംസ് നോർസെറ്റ് എക്സാമിനേഷൻ മാത്രമല്ല, നമുക്ക് എബ്രോഡ് പോകണമെങ്കിൽ അതിന്റെ എക്സാംസ്, അതല്ല ഇന്നൊരു MSc എൻട്രൻസ് എഴുതണമെങ്കിൽ അതിന്റെ എക്സാംസ്, അതല്ല ഏതൊരു നഴ്സിംഗ് ജോബ് നിങ്ങൾ നോക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ എക്സാം എഴുതാനായിട്ട് നിങ്ങളെ ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നോക്കിയാൽ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് നമുക്ക് കിട്ടും അല്ലെ. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ഡൺ ആയെന്നാ പറയുക അല്ലെ. അത് ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ബാക്കിയുള്ളവരൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഇപ്പോഴേ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നല്ല ഒരു ജോലി സമ്പാദിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പൊ നോക്കിയാൽ ഈ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് നോർസെറ്റ് 12 എന്ന ഒരു ലോങ് ടേം ബാച്ച് എഡ്യൂസ് അക്കാഡമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ നോക്കിയാൽ. പ്രത്യേകിച്ച് നമ്മൾ ഈ 7th 8th സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന നോർസെറ്റ് 12ന്റെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകതകൾ ഇതിനോടകം തന്നെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് പേർക്ക് ഗുണമായിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് അതിലുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇൻ കേസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാകും. കൂടാതെ ഫ്രീ ആയിട്ടുള്ള PPT നോട്ട്സ് ഉണ്ടാകും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അനിമേറ്റഡ് ക്ലാസ്. നമുക്ക് യൂഷ്വലി ചില കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ അനിമേറ്റഡ് ക്ലാസ്സുകൾ ഉണ്ടാകും, ക്വസ്റ്റ്യൻ ബാങ്ക്സ്, മെന്റർ സപ്പോർട്ട് ഉണ്ടാകും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസ്, കൂടാതെ പീരിയോഡിക് റിവിഷൻസ്. ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ പറയുന്ന നോർസെറ്റ് 12ന്റെ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഫീസിലൊക്കെ അത്യാവശ്യം നല്ല ഓഫറും ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം സ്റ്റുഡൻസിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ BSc നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള ജോലി ലഭിക്കും കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.